Hi everyone, welcome to I Plus Training Solutions. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നെറ്റ് ഇംഗ്ലീഷ് ജൂൺ 2025 സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസിന്റെ ഒരു എക്സ്പ്ലനേഷനും നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ 67ാമത്തെ ചോദ്യം നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നാലും അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്കുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ നോക്കി പോവാം. ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡറിന്റെ ബേസിൽ വർക്കുകൾ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ, മാനേഴ്സ്, ഒപ്പീനിയൻസ് ആൻഡ് ടൈംസ് ഒരു വർക്കിന്റെ പേരാണ്. അതുപോലെ തന്നെ അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ്, എൻക്വയറി ഇൻ ടു ദ original of our idea of beauty and virtue, the plan of a dictionary of the English language. 4 ബുക്കുകൾ ഉണ്ട്. ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ BACD ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്, BACD. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അത് എങ്ങനെയാ കിട്ടുന്നത് നോക്കാം. ബി എന്ന് പറയുമ്പോൾ അത് അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ്, എ എന്ന് പറയുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ, മാനേഴ്സ്, ഒപ്പീനിയൻസ് ആൻഡ് ടൈംസ്, സി എന്ന് പറയുമ്പോൾ എൻക്വയറി ഇൻ ടു ദ ഒറിജിനൽ ഓഫ് അവർ ഐഡിയ ഓഫ് ബ്യൂട്ടി ആൻഡ് വിർച്യൂ, ഡി എന്ന് പറയുന്നത് ദ പ്ലാൻ ഓഫ് എ എന്താണ് ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒരു ഡിക്ഷണറി, അതിനു വേണ്ടിയുള്ള ഒരു പ്ലാൻ. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ദ പ്ലാൻ ഓഫ് എ ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഓക്കെ, നമുക്ക് എന്തായാലും ആൻസർ കിട്ടി, BACD. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. അഡ്വാൻസ്മെന്റ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ബേക്കൺ, അതായത് അഫോറിസ്റ്റിക് സ്റ്റൈലിലൊക്കെ എസ്സേ എഴുതുന്ന ബേക്കന്റെ പുസ്തകമാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1605. അപ്പൊ നമുക്ക് ഇനി ചോദിക്കാൻ സാധ്യത അത്രയല്ലേ ഉള്ളൂ, ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ 1605 ആണ് അല്ലെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ, മാനേഴ്സ്, ഒപ്പീനിയൻസ് ആൻഡ് ടൈംസ് എന്ന് പറയുന്നത് ഡാനിയൽ ഡെഫോയുടെ പുസ്തകമാണ്. ഓക്കെ, നല്ലൊരു നോവലിസ്റ്റ് ആണ് ഡാനിയൽ ഡെഫോ. ഡെഫോയുടെ ഒരുപാട് നല്ല നോവലുകൾ നമുക്കുണ്ട്. സോ ഡെഫോയുടെ പുസ്തകമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ, മാനേഴ്സ്, ഒപ്പീനിയൻസ് ആൻഡ് ടൈംസ് എന്ന് പറയുന്നത്. പബ്ലിഷ് ചെയ്തത് 1725 ഇൻക്വയറി ഇൻ ടു ദ ഒറിജിനൽ ഓഫ് അവർ ഐഡിയ ഓഫ് ബ്യൂട്ടി ആൻഡ് വിർച്യൂസ്. ഓക്കെ, ഇൻക്വയറി ഇൻ ടു ദ ഒറിജിനൽ ഓഫ് അവർ ഐഡിയ ഓഫ് ബ്യൂട്ടി ആൻഡ് വിർച്യൂസ് എന്ന് പറയുന്നത് എഡ്മണ്ട് ബർക്കിന്റെ വർക്കാണ്. എഡ്മണ്ട് ബർക്കിന്റെ വർക്കാണ്. പബ്ലിഷ് ചെയ്തത് 1757. അടുത്തത് ദ പ്ലാൻ ഓഫ് എ ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ദ പ്ലാൻ ഓഫ് എ ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അത് സാമുവൽ ജോൺസന്റെ വർക്കാണ്. പബ്ലിഷ് ചെയ്തത് 1747. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് വർക്കുകൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഓർഡറിൽ 1605, 1725, പിന്നെ 1745 അതിന് മുന്നേ വന്നു. അതുപോലെ തന്നെ 1757 ഈ ഒരു ഓർഡറിൽ നമുക്ക് ആൻസേഴ്സ് കിട്ടും. ഓക്കെ, ഇയറുകളും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഓപ്ഷൻ 1 പറയുന്നത് ദിസ് പ്ലേസസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ, ഒപ്പീനിയൻസ് ആൻഡ് ടൈംസ് ബിഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ്. അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗിന് മുന്നേ ആണ് ഈ പുസ്തകം ഉള്ളത്. സോ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ് ആദ്യം വരുന്നത്, പിന്നെ കൂടുതൽ നോക്കണ്ട, അത് തെറ്റാണ് അല്ലെ. ഓപ്ഷൻ ബിയിലായെങ്കിലോ ഇൻക്വയറി ഇൻ ടു ദ ഒറിജിനൽ ഓഫ് ഐഡിയ ഓഫ് ബ്യൂട്ടി ആൻഡ് വിർച്യൂ ആണ് നമ്മുടെ ആദ്യത്തെ ശരിയുത്തരമായ അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗിന് മുന്നേ ഉള്ളത്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി തെറ്റായത്. ഇനി അടുത്ത നോക്കിക്കേ, തേർഡ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ദിസ് പ്ലേസസ് പ്ലാൻ ഓഫ് എ ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബിഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ്. ഓക്കെ, വിച്ച് ഈസ് ഇൻകറക്റ്റ് ആസ് ജോൺസൺസ് വർക്ക് വാസ് പബ്ലിഷ് ലേറ്റർ ദാൻ ബേക്കൺസ്. അതായത് ജോൺസന്റെ വർക്ക് അല്ല, ബേക്കന്റെ വർക്ക് തന്നെയാണ് ആദ്യം പബ്ലിഷ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതും സ്കിപ്പ് ചെയ്ത് വിടാനായിട്ട് സാധിക്കും. സോ എന്തായാലും അതിന്റെ ഉത്തരം നമുക്ക് കിട്ടി. അടുത്ത ഒരു മാച്ചപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 68. ലിസ്റ്റ് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1നെയും ലിസ്റ്റ് 2നെയും നമുക്കൊന്ന് മാച്ച് ചെയ്യാം. ലിസ്റ്റ് 1 സിന്ധിയാസ് റിവീൽസ്, ലിസ്റ്റ് 2വിനകത്തില് തോമസ് മിഡിൽട്ടൺ. ഓക്കെ, അപ്പൊ ലിസ്റ്റ് 1ല് സിന്ധിയാസ് റിവീൽസ് ഉണ്ട്, ലിസ്റ്റ് 2വിനകത്തില് തോമസ് മിഡിൽട്ടൺ. ദ മെയ്ഡ്സ് ട്രാജഡി ബെൻ ജോൺസണെയാണ് നേരെ തന്നിട്ടുള്ളത്. വിമൻ ബിവെയർ വിമൻ തോമസ് ഡെക്കറിനെയാണ് നേരെ തന്നിട്ടുള്ളത്. ഷൂമേക്കേഴ്സ് ഹോളിഡേ ബീമണ്ട് ആൻഡ് ഫെച്ചർ ആണ് നമുക്ക് നേരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിന്ധിയാസ് റിവീൽസ്, ദ മെയ്ഡ്സ് ട്രാജഡി, വിമൻ ബിവെയർ വിമൻ, ദ ഷൂമേക്കേഴ്സ് ഹോളിഡേ. ലിസ്റ്റ് 2വിനകത്തില് തോമസ് മിഡിൽട്ടൺ, ബെൻ ജോൺസൺ, തോമസ് ഡെക്കർ, ബീമണ്ട് ആൻഡ് ഫെച്ചർ. ഓക്കെ, 4 റൈറ്റേഴ്സിന്റെ പേര് തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇത് എഴുതിയ ആൾക്കാരെ കറക്റ്റ് ആയിട്ട് നമ്മൾ മാച്ച് ചെയ്ത് വിടാനാണ് ചോദിച്ചിട്ടുള്ളത്. A2, B4, C1, D3, A4, B2, C1, D3, A3, B1, C4, D2, A4, B2, C3, D1. ഇതിൽ ഏതായിരിക്കും നമ്മൾ ശരിയായിട്ടുള്ളത് എടുക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. A2, B4, C1, D3. നോക്കാം. A2 എന്ന് പറയുമ്പോൾ സിന്ധിയാസ് റിവീൽസ് ആരാണ് എഴുതിയിട്ടുള്ളത്? A2 ബെൻ ജോൺസൺ. അതുപോലെ തന്നെ B4 എന്ന് പറഞ്ഞാൽ മെയ്ഡ്സ് ട്രാജഡി ബിമണ്ട് ആൻഡ് ഫെച്ചർ.
C1 എന്ന് പറഞ്ഞാൽ വിമൻ വിവേർ വിമൻ തോമസ് മിഡിൽട്ടൺ. D3 പറഞ്ഞിട്ടുണ്ട് ഷൂമേക്കേഴ്സ് ഹോളിഡേ തോമസ് ഡെക്കർ. ഓക്കെ, ഈ ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വർക്കുകളെ അതിന്റെ റൈറ്റ് ഓതേഴ്സുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മാച്ച് ചെയ്യുന്നത് വരെ നോക്കിയാൽ മതി. മാച്ചപ്പ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ, 1-2 എണ്ണം അറിയാമെങ്കിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് അത്രയും ഷുവർ ആണെങ്കിൽ പിന്നെ അധികം ചിന്തിക്കേണ്ട, അല്ലെ? ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് ആദ്യം വരുന്നത് ഏതാണ്? A2 ആണ്. A2 വരുന്ന വേറെ ഒറ്റ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് സിന്ധ്യാസ് റിവീൽസ് ബെൻ ജോൺസന്റെ ആണെന്ന് അത്രയും ഷുവർ ആണെങ്കിൽ ബാക്കി ഓപ്ഷൻസ് ഒക്കെ അപ്പൊ തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും, അല്ലെ? വലിയ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വായിച്ച് കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു മാച്ചപ്പ് വന്നു കഴിഞ്ഞാൽ നെവർ ഗെറ്റ് പാനിക്, അല്ലെ? ചില ആൾക്കാർ അങ്ങനെയുണ്ട്. അതായത് മാച്ചപ്പ് ചോദ്യങ്ങളായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ചില ആൾക്കാർക്ക് എന്തായിരിക്കും? സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിരിക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പൊ എല്ലാം ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളുടെ ഒരു മിക്സ് ആയിരിക്കും, അല്ലെ? സോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത നമുക്ക് 69 നോക്കാം. Who developed the concept of the cultural circuit, which is important to the study of the interaction of culture and memory in oral history research method? Okay, 69ാമത്തെ ചോദ്യമാണ്. Who developed the concept of the cultural circuit, which is important to the study of the interactions of culture and memory in oral history research method? Michael Holroyd and Roy Harrod. Okay, and you have Zygmunt Bauman and also Robert Putnam, Charles Taylor and Elizabeth Wilson, ഗ്രഹാം ഡൗസൺ ആൻഡ് AI തോംസൺ. ആരെയായിരിക്കും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതിന് ഉത്തരം സെലക്ട് ചെയ്യുന്നത്? നോക്കിക്കേ, ചോദ്യം നോക്കിക്കേ. ഹൂ ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ദ കൾച്ചറൽ സർക്യൂട്ട്. അതായത് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിലേ പറയും, കൾച്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നതാണ് കൾച്ചർ ഈസ് ജസ്റ്റ് ലൈക്ക് എ അംബർല ടേം. ഒരു അംബർല ടേം ആണ് ശരിക്കും പറഞ്ഞാൽ കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ ഈസ് ആൻ അംബർല ടേം, അല്ലേ? കാരണം അതിനകത്ത് നമുക്ക് എപ്പോഴും ഒരു മിക്സ് കാണാൻ പറ്റും. കൾച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ആന്ത്രോപോളജിയുടെ ഒക്കെ തന്നെ ഒരു വലിയ റിസൾട്ട് ആണ്, ഒരു വലിയ റിസൾട്ട് സ്പേസ് ആണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. സോ ഹൂ ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് കൾച്ചറൽ സർക്യൂട്ട് വിച്ച് ഈസ് ഇമ്പോർട്ടന്റ് ടു ദ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻസ് ഓഫ് കൾച്ചർ ആൻഡ് മെമ്മറി ഇൻ റിസർച്ച് മെത്തേഡ്, ഇൻ ഓറൽ ഹിസ്റ്ററി റിസർച്ച് മെത്തേഡ്? മൈക്കിൾ ഹോൾറോയ്ഡ് ആൻഡ് റോയ് ഹെറോഡ്, Zygmunt Bauman and Robert Putnam, Charles Taylor and Elizabeth Wilson, Graham Dawson and AI തോംസൺ. ആരെയായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ ഗ്രഹാം ഡൗസണും AI തോംസണും. ഓക്കെ, അപ്പൊ എന്താണ് ഇത് എന്ന് നമുക്കൊന്ന് നോക്കാം. The circuit of culture concept is attributed to Stuart Hall, a prominent cultural theorist. Okay, അപ്പൊ ശരിക്കും പറഞ്ഞാൽ സർക്യൂട്ട് ഓഫ് കൾച്ചർ കോൺസെപ്റ്റ് നമ്മുടെ ഹോളിന്റെ ആണ്. ഹോളാണ് ഈ ഒരു ഐഡിയയെ കുറിച്ച് ആദ്യമായി പറയുന്നത്. ഹിസ് മോഡൽ എംബസൈസ്ഡ്. ഓക്കെ, പക്ഷെ അതിനകത്തിൽ നമുക്ക് കൃത്യമായിട്ട് എന്താണ് നമ്മുടെ ചാൾസ് ഡൗസന്റെയും AI തോംസന്റെയും പോയിന്റ് ഓഫ് വ്യൂസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് എന്താണ് ഹു ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് സർക്യൂട്ട് വിച്ച് ഇസ് ഇമ്പോർട്ടന്റ് ടു ദ സ്റ്റഡി ഓഫ് ദ ഇന്ററാക്ഷൻസ് ഓഫ് ദ കൾച്ചർ ആൻഡ് മെമ്മറി ഇൻ ദ ഓറൽ ഹിസ്റ്ററി റിസർച്ച് മെത്തേഡ്. ഓക്കെ, അപ്പം സർക്യൂട്ട് ഓഫ് കൾച്ചറിനെ കുറിച്ച് ആദ്യം കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന ഹോളാണ്, പ്രോമിനന്റ് ക്രിട്ടിക് ആണ്. ഹിസ് മോഡൽ എംബസൈസ് how culture is not a static entity but rather a dynamic process. അതായത് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ ഉള്ളതാണ്, അല്ലെ? മനുഷ്യനെ നമുക്ക് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും, അല്ലെ? എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ളതാണ്. സോ ഇൻവോൾവിംഗ് ദ ഇന്റർപ്ലേ ഓഫ് എലമെന്റ്സ് ലൈക്ക് റെപ്രസെന്റേഷൻ, പ്രൊഡക്ഷൻ, കൺസംപ്ഷൻ, റെഗുലേഷൻ and identity. This framework is frequently used in oral history research to analyze how cultural meanings are created, circulated and interpreted within specific social context. Okay, ഓരോ സ്പെസിഫിക് സോഷ്യൽ കോണ്ടെക്സ്റ്റുകളിലും എങ്ങനെയാണ് ഈ മെത്തേഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്, പ്രോപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത് ആൻഡ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ എന്താണ് മൈക്കിൾ ഹോൾറോയിഡിനെയും റോയ് ഹെറോഡിനെയും നോക്കിക്കഴിഞ്ഞാൽ, while these are notable figures in British intellectual history, their work primarily focus on biography and economic history respectively. They are not associated with the development of the circuit of culture concept. Circuit of culture concept നമുക്ക് ഇവരെ അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇവര് ബ്രിട്ടീഷ് ഇന്റലക്ച്വൽ ഹിസ്റ്ററി മേക്കേഴ്സ് ആണ്.
ഇനി സൈമൺ ബോമാൻ ആൻഡ് റോബർട്ട് പുട്നത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ബോമാൻ ഈസ് എ സോഷ്യോളജിസ്റ്റ് നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ ലിക്വിഡ് മോഡേണിറ്റി, വൈൽ പുട്നം ഈസ് എ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് നോൺ ഫോർ ഹിസ് റിസർച്ച് ഓൺ സോഷ്യൽ ക്യാപിറ്റൽ. Neither of them are recognized for their contributions to the concept of cultural circuit. Cultural circuit എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് ഇവരെ രണ്ടിനെയും കാണാൻ പറ്റില്ല. രണ്ടുപേരും പോപ്പുലർ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റും ഒക്കെയാണ്. ഇനി അടുത്തത് ചാൾസ് ടൈലറിനെയും എലിസബത്ത് വിൽസണെയും നോക്കിക്കഴിഞ്ഞാൽ, ടൈലർ ഈസ് എ പബ്ലിഷർ, ഫിലോസഫർ whose work centers on the issues of identity and meaning. Wilson is a sociologist emphasizing in gender and social inequality. While their work may touch on related themes, they are not credited with developing the circuit of culture model. കാരണം ബാക്കിയുള്ളവരെ ആരെയും നമുക്ക് ഈ ഏരിയയിലേയും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇവർ രണ്ടുപേരും ഈ ടേം കൊണ്ടുവന്നില്ല എങ്കിൽ പോലും ക്വസ്റ്റിനകത്ത് പറയുന്ന ടേം കൊണ്ടുവന്നു എന്നുള്ള ടേംസിലാണ്. പക്ഷേ ഇതിന്റെ പ്രോപ്പണൻസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ പ്രവർത്തിച്ച ആൾക്കാരായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗ്രഹാം ഡൗസൺ ആൻഡ് A.I. Thompson are both scholars in the field of memory studies, okay, with a particular focus on oral history and its intersection with identity and social change. Okay, but Graham Dawson ആയാലും A.I. Thompson ആയാലും രണ്ടുപേരും സ്കോളേഴ്സ് ആണ്. ഓക്കെ, അതായത് മെമ്മറി സ്റ്റഡീസിന്റെ ഫീൽഡിലെ സ്കോളേഴ്സ് ആണ്. Particular focus on oral history and intersection with identity and social change. Dawson is known for his work on oral history and its connection to masculinity, while Thompson is recognized for his research on the role of memory in shaping individual and collective identities, especially in the context of conflict and migration. Okay, appo Dawson ennu parnja known for his work on oral history and its connection to masculinity. Okay, Thompson എന്ന് പറഞ്ഞാൽ recognized for his research on the role of memory in shaping individual and collective identities, especially in the context of conflict and migration. Okay, conflict and migration പോലെയുള്ള ഏരിയാസിലൊക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഇവരൊക്കെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം സ്റ്റഡി നടത്തി പെട്ടെന്ന് അത് അവസാനിപ്പിക്കുന്നവരല്ല. വർഷങ്ങൾ നീണ്ട കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇവർക്ക് പലപ്പോഴും എന്ത് സാധിക്കുന്നത്, ഇത്തരത്തിലുള്ള ഐഡിയാസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഫീൽഡിലുള്ള ആൾക്കാരായിട്ടെങ്കിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഗ്രഹാം ഡൗസണെയും A.I. തോംസണെയാണ് കേട്ടോ. ഗ്രഹാം ഡൗസണും അതുപോലെ തന്നെ A.I. തോംസണും. ഓക്കെ, ശരിക്കും ടേം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന ഡെവലപ്പ് ചെയ്ത ആളെന്ന് പറയുന്നത് നമ്മുടെ ഹോളാണ്, സ്റ്റുവർട്ട് ഹോളാണ്. എൻകോഡിങ് ഡീകോഡിങ് തിയറികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എൻകോഡ് ചെയ്യപ്പെടുകയാണ്, അത് മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറയുന്നത് ഡീകോഡിങ് എന്നാണ്. ഓക്കെ, അതവിടെ എത്തി അല്ലെങ്കിൽ അത് അവിടെ റിഫ്ലക്ട് ചെയ്തു എന്നുള്ള പോയിന്റിന്. 70th question. Who wrote to the Committee of Public Instruction on introducing English as official language of the government and that of education? Okay, നോക്കിക്കേ, who wrote to the Committee of Public Instruction on introducing English as official language of the government and of education? Okay, ഗവൺമെന്റിന്റെയും എഡ്യൂക്കേഷന്റെയും ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് എന്നുള്ള രീതിയിൽ who wrote the Committee of Public Instruction അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? റോബർട്ട് ക്ലൈവ്, വാരൻ ഹാസ്റ്റിങ്സ്, വില്യം ബെന്റിക്, അതുപോലെ തന്നെ നമുക്ക് സെച്ചാരി മെക്കൗളി ഉണ്ട് കേട്ടോ. റോബർട്ട് ക്ലൈവ്, ഹാസ്റ്റിങ്സ്, ബെന്റിക്, അതുപോലെ തന്നെ മെക്കൗളി. ഓക്കെ, മെക്കൗളി. ഇതിൽ ആരാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? ഹു റോട്ട് ടു ദ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ഓൺ ഇൻട്രൊഡ്യൂസിംഗ് ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ദാറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷന്റെയും ഗവൺമെന്റിന്റെയും ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്തു തുടങ്ങിയതിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പോയിന്റ് എഴുതിയത് ആരാണ്? ഓപ്ഷൻ നോക്കിക്കേ, 1, 2, 3, 4 നമുക്കുണ്ട്. അപ്പൊ 3 ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വില്യം ബെന്റിക് ആണ് കേട്ടോ, വില്യം ബെന്റിക്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ഓൺ ഇൻട്രൊഡ്യൂസിംഗ് ഇംഗ്ലീഷ് ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ദാറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഗവൺമെന്റിന്റെയും എഡ്യൂക്കേഷന്റെയും ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ ഒരു ഐഡിയ കൊണ്ടുവന്നത് ആരാണ്? ഓക്കെ, റൈറ്റ് ആൻസർ വരുന്നത് നമുക്ക് 3 ആണ്. ഓക്കെ, വില്യം ബെന്റിക് ആണ്. The person who wrote to the Committee of Public Instruction on introducing English as the official language of the government and education was William Bentinck. William Bentinck, the Governor General of India at that time, played a key role in promoting English education in India through the Minute of Education by Thomas Macaulay. Okay, അപ്പം വില്യം ബെന്റിക് എന്ന് പറഞ്ഞ ഒരു ഗവർണർ ജനറൽ ആണ് ഇന്ത്യയുടെ. ആ സമയത്തെ ഗവർണർ ജനറൽ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു കീ റോൾ ആണ് വഹിച്ചത് in promoting English education in India through the Minute on Education by Thomas Macaulay. ഇനി കീ പോയിന്റുകൾ നമുക്ക് ഈ ഓപ്ഷനുകളിൽ നിന്ന് വരുന്ന ഒന്ന്, റോബർട്ട് ക്ലൈവ് നമുക്ക് ഓപ്ഷനിൽ ഇല്ലായിരുന്നോ? റോബർട്ട് ക്ലൈവിനെ കുറിച്ച് നമുക്ക് നോക്കാം.
റോബർട്ട് ക്ലൈവ് ഒരു ബ്രിട്ടീഷ് മിലിറ്ററി ഓഫീസർ ആണ്, ഹു പ്ലേഡ് സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ബാറ്റിൽ ഓഫ് പ്ലാസി. പ്ലാസി യുദ്ധത്തിലൊക്കെ തന്നെ ഒരു മികച്ച റോള്, ഒരു ലീഡർ ആയിട്ട് നിന്ന ആളാണ്. ബട്ട് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ പ്ലാസി യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഇദ്ദേഹത്തിന്റെ സ്പേസ് വരുന്നില്ല. വാരൻ ഹാസ്റ്റിങ്സ് വരുന്നുണ്ട്, അനേതർ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് ഇന്ത്യയുടെ. വാരൻ ഹാസ്റ്റിങ്സ് ഈസ് നോൺ ഫോർ ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ബട്ട് നോട്ട് ഫോർ അഡ്വക്കേറ്റിംഗ് ഫോർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഓക്കെ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിന്റെ പേര് കേട്ടിട്ടുണ്ട്, പക്ഷേ എന്താണ് പുതിയ പുതിയ നയതന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേഷൻ, ഏറ്റവും നല്ല രീതിയിലുള്ള ഭരണം നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷേ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ മെക്കൗളി വരുന്നുണ്ട്, സെച്ചാറി മെക്കൗളി വരുന്നുണ്ട്. വൈൽ തോമസ് മെക്കൗളി ഈസ് ക്രെഡിറ്റഡ് with writings the influential minute on education, Sechari Macaulay was not the person who directly approached കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനുമായിട്ടൊന്നും ബന്ധപ്പെട്ട് നമ്മൾ സെച്ചാറി മക്കൗളിയെ കാണുന്നില്ല. പക്ഷെ നമ്മുടെ ലോർഡ് മക്കൗളി എന്ത് ചെയ്തിട്ടുണ്ട്, തോമസ് മക്കൗളി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മിനിറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ തയ്യാറാക്കാനായിട്ട് മുന്നിൽ നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് 6 ആണ് കേട്ടോ. യൂണിറ്റ് 6-നകത്ത് നമ്മൾ മെക്കൗളി മിനിറ്റ്സിനെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്, എന്നാണ് ഇത് വരുന്നത് അല്ലെ, ആ ഒരു വർഷം, അതുപോലെ തന്നെ ലോർഡ് മെക്കൗളിയുടെ ആ ഒരു പ്രസംഗത്തിന്റെ തീവ്രത, അതിനകത്തിൽ നമ്മളോട് കൺവേ ചെയ്യുന്ന ഐഡിയ, ഇതൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വരുന്നത്, who wrote to the Committee of Public Instruction on introducing English as an official language of the government and that of education? Robert Clive, Warren Hastings, William Bentinck, Sechari Macaulay ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. റൈറ്റ് ആൻസർ വരുന്നത് നമുക്ക് വില്യം ബെന്റിക് ആണ് കേട്ടോ. വില്യം ബെന്റിക്. ബെന്റിക് ആരായിരുന്നു, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു എന്നൊക്കെയുള്ള ടേംസിൽ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോട്ട് ചെയ്തു വെച്ചു. ഓക്കെ, സോ ഇനി വരുന്ന 71-ാം ചോദ്യമാണ് അല്ലെ, മാച്ചപ്പ് ആണ് 71-ാമത്തെ ചോദ്യം. കണ്ടല്ലോ, ഒരു 2, 3, 4 ക്വസ്റ്റ്യൻസ് തീരുമ്പോൾ വീണ്ടും മാച്ചപ്പ് കയറി വരുന്നുണ്ട്. ലിസ്റ്റ് 1-ൽ ഓതേഴ്സ് ഉണ്ട്, ലിസ്റ്റ് 2-ൽ വർക്കുകളുടെ പേരുണ്ട്. ലോയിസ് റെയ്നോൾഡ്സ് കർ, ഡാർക്ക് ഹാർവസ്റ്റ്. ഡൊറോത്തി ലൈവ്സേ, ഗസ്റ്റ് ഓഫ് ഹോണർ. ഗ്വെൻ ഫാരിസ് റിംഗ്വുഡ്, റെഡ് എമ്മ. കാരോൾ ബോൾട്ട്, ജോ ഡെറി. ഓക്കെ, ലോയിസ് റെയ്നോൾഡ്സ് കർ, ഡാർക്ക് ഹാർവസ്റ്റ്. ഡൊറോത്തി ലൈവ്സേ, ഗസ്റ്റ് ഓഫ് ഹോണർ. ഗ്വെൻ ഫാരിസ് റിംഗ്വുഡ്, റെഡ് എമ്മ. കാരോൾ ബോൾട്ട്, ജോഡറി. ഓക്കെ, എന്താണ് ലിസ്റ്റ് 1-ഉം ലിസ്റ്റ് 2-ഉം തമ്മിൽ മാച്ച് ചെയ്യാനാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. A2, B4, C1, D3. A1, B2, C3, D4. A3, B1, C4, D2. A4, B2, C3, D1. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് വരുന്ന ഏതാണ്? ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഓപ്ഷൻ എ കറക്റ്റ് ആണ്, ഓപ്ഷൻ എ ആണ്. നോക്കിക്കേ, A2, B4, C1, D3. അപ്പൊ നമുക്കൊന്ന് നോക്കാം. A2 വരുന്നു എന്ന് പറയുമ്പോൾ ലൂയിസ് റെയ്നോൾഡ്സ് കറിന്റെ ആണ് ഗസ്റ്റ് ഓഫ് ഹോണർ എന്ന് പറയുന്ന വർക്ക്. B4 എന്ന് പറഞ്ഞാൽ ഡൊറോത്തി ലൈവ്സേയുടെ ആണ് ജോഡറി എന്ന് പറയുന്ന വർക്ക്. C1 എന്ന് പറഞ്ഞാൽ ഗെൻ ഫാരിസ് റിംഗ്വുഡിന്റെ ആണ് ഡാർക്ക് ഹാർവസ്റ്റ് എന്ന വർക്ക്. D3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരോൾ ബോൾട്ടിന്റെ ആണ് റെഡ് എമ്മ. ഓക്കെ, എമ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോവൽ ഉണ്ട് ഇംഗ്ലീഷിൽ, ഇത് റെഡ് എമ്മ എന്ന ലിറ്റററി വർക്ക് ആണ് കേട്ടോ, റെഡ് എമ്മ. ഓക്കെ, ജെയിൻ ഓസ്റ്റിന്റെ എമ്മ ഉണ്ട്, എമ്മ വുഡ്ഹൗസിനെ ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നതാണ് ആ വർക്കിൽ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, റെഡ് എമ്മ കാരോൾ ബോൾട്ടിന്റെ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടി. വലിയ പ്രശ്നമില്ലാത്തതായിരുന്നു, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടേക്കണം കേട്ടോ, ഒന്നുകൂടെ ഒന്ന് നോക്കണം. നമുക്ക് നോക്കിക്കേ, ലൂയിസ് റെയ്നോൾഡ്സ് കറിന്റെ വരുന്നത് വർക്കിന്റെ പേര് ഗസ്റ്റ് ഓഫ് ഹോണർ എന്നാണ്. അതുപോലെ തന്നെ ഡൊറോത്തി ലൈവ്സേയുടേത് ഏതാണ്, ജോഡറി ആണ്. ഗെൻ ഫാരിസ് റിംഗ്വുഡിന്റെ വർക്കിന്റെ പേര് ഡാർക്ക് ഹാർവസ്റ്റ് എന്നാണ്. കാരോൾ ബോൾട്ടിന്റെ വർക്കിന്റെ പേര് റെഡ് എമ്മ എന്നാണ്. കാരോൾ ബോൾട്ടിന്റെ വർക്കിന്റെ പേരെന്താ, റെഡ് എമ്മ. ഓക്കെ, 72. For all known culture is the ability to know what is best, the ability to know what is worse, the mental and spiritual application of what is best, the pursuit of what is best. Okay, so അർണോൾഡിനെ സംബന്ധിച്ചിടത്തോളം what is culture? The ability to know what is best, the ability to know what is worse, the mental and spiritual application of what is best, അതുപോലെ തന്നെ the pursuit of what is best. Okay, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, the pursuit of what is worst. അപ്പൊ pursuit എന്നാണ്, ഇത് ശ്രദ്ധിച്ചോണം.
നമുക്ക് ഇവിടെ എബിലിറ്റി എന്ന് വരുന്നുണ്ട്, അടുത്തത് പെർസ്യൂട്ട് എന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ തെറ്റരുത്, കൃത്യമായി നോക്കണം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ്. അതായത് അർണോൾഡ് പറഞ്ഞ, മാത്യു അർണോൾഡ് കൾച്ചറൽ ക്രിട്ടിക് ആണ്, അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ഐഡിയാസിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏത് ഓപ്ഷൻ ആണെന്ന്. എ, സി ആൻഡ് ഇ ഒള്ളി, ബി, സി ആൻഡ് ഇ ഒള്ളി, ബി, സി ആൻഡ് ഡി ഒള്ളി, എ, സി ആൻഡ് ഡി ഒള്ളി. നോക്കിക്കേ, എ, സി ആൻഡ് ഇ ഒള്ളി, ബി, സി ആൻഡ് ഇ ഒള്ളി, ബി, സി ആൻഡ് ഡി ഒള്ളി, എ, സി ആൻഡ് ഡി ഒള്ളി. ഓക്കെ, അത് നമുക്ക് കറക്റ്റ് വരുന്നത് നാലാമത്തെ ഓപ്ഷൻ ആണ്, 4. ഓക്കെ, 4 എന്ന് പറയുമ്പോൾ എ, സി ആൻഡ് ഡി ഒള്ളി. നോക്കാം, എ എന്ന് പറയുമ്പോൾ മാത്യു അർണോൾഡിനെ സംബന്ധിച്ചിടത്തോളം കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ എബിലിറ്റി ടു നോ വാട്ട് ഈസ് ബെസ്റ്റ്. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞാൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചർ ഈസ് ദ എബിലിറ്റി ഈസ് ദ മെന്റൽ ആൻഡ് സ്പിരിച്വൽ ആപ്ലിക്കേഷൻ ഓഫ് വാട്ട് ഈസ് ബെസ്റ്റ്. ഡി എന്ന് പറഞ്ഞാൽ കൾച്ചർ ഈസ് ദ പെർസ്യൂട്ട് ഓഫ് വാട്ട് ഈസ് ബെസ്റ്റ്. ഓക്കെ, അപ്പൊ എയും സിയും ഡിയും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ എ, സി ആൻഡ് ഡി എന്നുള്ളതാണ് ശരി ഉത്തരം. ഇനി മാത്യു അർണോൾഡിനെ കുറിച്ച്, ആ കോൺസെപ്റ്റുകളെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കൾച്ചറിനെ കുറിച്ച് മാത്യു അർണോൾഡ്സ് കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ എംഫസൈസസ് ദ പെർസ്യൂട്ട് ഓഫ് ദ ബെസ്റ്റ് through intellectual and spiritual application. He defined culture as the process of actively seeking and applying higher ideals, encompassing both the knowledge of what is best. Okay, അപ്പൊ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുപ്രീം ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട വളരെ സുപ്രീം ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് എന്തെന്ന് പറയുന്നത്, കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചറിലൂടെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് വാട്ട് ഈസ് ദ ബെസ്റ്റ്, മോസ്റ്റ് ബെസ്റ്റ് വൺ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, മാത്യു അർണോൾഡ്സ് കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ എംഫസൈസസ് ദ പെർസ്യൂട്ട് ഓഫ് ദ ബെസ്റ്റ് ത്രൂ ഇന്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ ആപ്ലിക്കേഷൻ. He defined culture as the process of actively seeking and applying higher levels, higher ideals, encompassing both the knowledge of what is best, the mental and spiritual application of what is best, the ongoing effort to achieve it, the pursuit of what is best. Okay, so what is actually best for you, what is actually the most important thing for you, ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് എയും സിയും ഡിയും ആണ്, എയും സിയും ഡിയും. അപ്പൊ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് അല്ലെ. എക്കകത്ത് വരുന്നത് എന്തായിരുന്നു, എബിലിറ്റി ടു നോ വാട്ട് ഈസ് ബെസ്റ്റ്. സിക്കകത്ത് മെന്റൽ ആൻഡ് സ്പിരിച്വൽ, അതുപോലെ തന്നെ എന്താണ് ഡിക്കകത്ത് പെർസ്യൂട്ട് ഓഫ് വാട്ട് ഈസ് ബെസ്റ്റ് ഇല്ലേ. ഇതെല്ലാം ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. എബിലിറ്റി ടു നോ വാട്ട് ഈസ് ബെസ്റ്റ്, പെർസ്യൂട്ട് ഓഫ് വാട്ട് ഈസ് ബെസ്റ്റ്, മെന്റൽ ആൻഡ് സ്പിരിച്വൽ ആപ്ലിക്കേഷൻ ഓഫ് വാട്ട് ഈസ് ബെസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കൺവേ ചെയ്യപ്പെടുന്നത് ആ ഒരു ഓപ്ഷനകത്താണ്. സോ അതുകൊണ്ട് നമുക്ക് അധികം ചിന്തിക്കാതെ ഇല്ലേ, ഒരുപാട് നമുക്ക് ബോധോടാവാതെ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിച്ചു ഇല്ലേ, ക്ലിയർ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. അപ്പൊ അടുത്ത നമുക്ക് നോക്കാം. അടുത്ത നോക്കിക്കേ, 73ാമത്തെ ചോദ്യമാണ്. Who among the following Mughal rulers carried out an experiment for newborn babies to be raised in silence only to find that the children produced no speech at all? Okay, അതായത് ഏത് മുഗൾ എംപറർ ആണ്, ഏത് മുഗൾ രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം സംഘടിപ്പിക്കപ്പെട്ടത്? എന്തായിരുന്നു പരീക്ഷണം? നോക്കിക്കേ, എക്സ്പെരിമെന്റ് ഫോർ ന്യൂ ബോൺ ബേബീസ്, അതായത് ജനിച്ചു വീണ നവജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. ടു ബി റേസ്ഡ് ഇൻ സൈലൻസ്, അവരെ റേസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? സൈലൻസിലായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെയുള്ള അതായത് ഈ കാരാഗ്രഹങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് രാജാക്കന്മാരുടെ, എസ്പെഷ്യലി മുഗൾ രാജാക്കന്മാരുടെ കാലത്ത്. സോ അങ്ങനെയുള്ള വളരെ സൈലന്റ് ആയിട്ടുള്ള, മറ്റുള്ളവരുമായി ഇന്ററാക്ട് ചെയ്യാതെ ഒരു ഏകാന്തത നിറഞ്ഞ സ്ഥലത്ത് ഈ കുട്ടിയെ നമ്മൾ റേസ് ചെയ്യും. Only to find out that the children produce no speech at all. Okay, അതായത് ഈ കുട്ടി ഒരു സ്പീച്ചും ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കുട്ടി ഇപ്പൊ നമ്മൾ പറയും കുഞ്ഞു കുട്ടി ബാക്കിയുള്ളവരുടെ അടുത്തു നിന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് അവരുടെ സംസാരത്തിൽ നിന്നൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കുന്നതെന്ന്. അപ്പോൾ ഒരു കുട്ടി ഒന്നും സംസാരിക്കുന്നില്ല, ആ കുട്ടിയിൽ ഒരു തരത്തിലുള്ള ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനും തുടക്കത്തിലില്ല എന്ന് എൻഷുർ ചെയ്യാനായിട്ട് ഇത്തരത്തിൽ നവജാത ശിശുക്കളിൽ ഒരു പരീക്ഷണം നടത്തിയത് ആരാണ്? ഏത് മുഗൾ എംപറർ ആണ്? ഓക്കെ, ഓപ്ഷൻ എ അക്ബർ, ഓപ്ഷൻ ബി ബഹദൂർ ഷാ സഫർ, ഓപ്ഷൻ സി ഔറംഗസീബ്, ഓപ്ഷൻ ഡി ബാബർ. ഓക്കെ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല അക്ബറിൽ നിന്നും ബാബറിൽ നിന്നും ഒക്കെ ഇംഗ്ലീഷിൽ ഒരു ചോദ്യം വരുമെന്ന്. പക്ഷെ ഇങ്ങനെയുള്ള ചില സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അതായത് നമുക്ക് ലിംഗ്വിസ്റ്റിക്സ് വരുന്നുണ്ടല്ലോ 5ാമത്തെ യൂണിറ്റിൽ. സോ അങ്ങനെയൊക്കെ കയറി വരുന്ന ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസിൽ അക്ബർ ഉണ്ട്, ബഹദൂർ ഷാ സഫർ ഉണ്ട്, ഔറംഗസീബ് ഉണ്ട്, ബാബർ ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് വൺ. അക്ബർ ആണ് ഇതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. അക്ബർ, the Mughal emperor who is said to have conducted an experiment for raising newborn babies in complete silence resulting in them not speaking is Akbar. Okay,
Akbar was known for his inquisitive nature and interest in learning about different aspects of life. അതായത് മുഗൾ രാജാക്കന്മാരിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന, ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ടുള്ള, അന്വേഷിക്കാനും കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെ ഉള്ള ഒരു ത്വര മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു റൂളർ തന്നെയാണ് അക്ബർ മഹാരാജാവ്. ഓക്കെ, ഇൻക്ലൂഡിംഗ് റിലീജൻ, കൾച്ചർ ആൻഡ് ഈവൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ദിസ് എക്സ്പെരിമെന്റ് ഓഫൻ റെഫർ ടു ആസ് ദ ഗങ് മഹൽ എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ന്യൂ ബോൺ ബേബീസിൽ നടത്തിയ സ്പീച്ചിന്റെ എക്സ്പെരിമെന്റിന് ഒരു പേരുണ്ട്, ഗങ് മഹൾ എന്നാണ് കേട്ടോ. ഗങ് മഹൾ, അത് നോട്ട് ചെയ്ത് വെച്ചോണേ. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കയറി ചോദിക്കുന്നത്. ചിലപ്പം നെക്സ്റ്റ് പരീക്ഷയ്ക്ക് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അക്ബർ ആണ് ഇത് പറഞ്ഞത്. അക്ബറിന്റെ എന്താണ് പരീക്ഷണം ഇത്തരത്തിലായിരുന്നു. ന്യൂബോൺ ബേബീസിൽ സ്പീച്ച് ഉണ്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരീക്ഷണമായിരുന്നു. അതിനൊരു പേരുണ്ടല്ലോ, ആ പരീക്ഷണത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗങ് മഹാൾ എന്നാണ്. ഗങ് മഹാൾ. ഓക്കെ, ഗങ് മഹാൾ എക്സ്പെരിമെന്റ്. ഇറ്റ് ഈസ് described in historical account where Akbar had babies raised in isolation with no exposure to speech, intending to observe if they would develop language naturally without hearing it. Okay, അതായത് ബാക്കിയുള്ളവർ പറയുമ്പോഴാണ് കുട്ടികൾ ഭാഷ പഠിക്കുന്നത്, ഇല്ലേ? ഇപ്പൊ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടാണ് കുട്ടി മലയാളം പഠിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിയുടെ നേറ്റീവ് ലാംഗ്വേജ്, അമ്മയുടെ അച്ഛന്റെയും ഭാഷ ഏതാണോ, കുട്ടിയുള്ള സ്ഥലം ഏതാണോ അതായിരിക്കുമല്ലോ നേറ്റീവ് ലാംഗ്വേജ്, മദർ ടങ്, ഇല്ലേ? സോ അത് പഠിക്കുന്നത് ഇങ്ങനെ സംഭാഷണത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം, മനുഷ്യരെന്ന് പറയുമ്പോൾ എപ്പോഴും ഐസൊലേഷനിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവരെപ്പോഴും അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അവരിലൂടെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ അല്ലാതെയും കുട്ടി സംസാരിക്കുമ്പോൾ കുട്ടിയിൽ അങ്ങനെയാണോ ഹിയറിംഗ് നടക്കുന്നത് എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു എക്സ്പെരിമെന്റ്. ബഹദൂർ ഷാ സഫറിന്റെ പ്രത്യേകത ഒരു ഫേമസ് ആയിട്ടുള്ള മുഗൾ എംപറർ ആണ്. ഓക്കെ, ബഹദൂർ ഷാ സഫർ വാസ് ദ ലാസ്റ്റ് മുഗൾ എംപറർ, അവസാനത്തെ മുഗൾ എംപറർ ആണ്. ആൻഡ് ഹിസ് റൈൻ വാസ് marked by political turmoil and decline of the Mughal Empire. മുഗൾ എംപയറിന്റെ, മുഗൾ ഡൈനാസ്റ്റിയുടെ ഒരു ഡിക്ലൈനും അധപ്പതനവും അതുപോലെ തന്നെ വളരെയധികം പൊളിറ്റിക്കൽ ടെർമോയിൽ, സംഘർഷം നിറഞ്ഞ കാലഘട്ടമായിരുന്നു ബഹദൂർ ഷാ സഫറിന്റെ ഭരണകാലം. ഓക്കെ, there are no historical accounts linking him to this experiment. ഈ ഒരു എക്സ്പെരിമെന്റുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധം വരുന്നില്ല. അടുത്ത നമ്മുടെ ഔറംഗസീബ് ആണ്. ഔറംഗസീബ്. ഓക്കെ, ഔറംഗസീബ് is known for his strict religious views and policies. അതായത് ഭരിച്ച കാലത്ത് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് കോണ്ടാക്ട്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്, കണ്ടക്ട് ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇംഗ്ലണ്ടിലെ പ്യൂരിറ്റാനിസത്തിന് തുല്യമായിരുന്നു എന്ന് പറയാം. While he was a powerful ruler, there is no evidence suggesting he took this experiment, this type of experiment. ഇത്തരത്തിലുള്ള ന്യൂബോൺ ബേബീസിലെ എക്സ്പെരിമെന്റ് ഒന്നും നടത്തിയിട്ടില്ല. അടുത്തത് ബാബർ. ബാബർ വാസ് ദ ഫൗണ്ടർ ഓഫ് ദ മുഗൾ ഡൈനാസ്റ്റി. മുഗൾ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ബാബർ ആണ്, ഇല്ലേ? മുഗൾ ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് എംപറർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഉത്തരം വരുന്നത്? ബഹദൂർ ഷാ സഫർ ആണ് കേട്ടോ. ബഹദൂർ ഷാ സഫർ. അപ്പൊ ബാബർ മുഗൾ ഡൈനാസ്റ്റിയുടെ ആദ്യ ഫൗണ്ടർ ആണ്. He was a military conqueror and patron of arts. ആർട്ടിനെയൊക്കെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ്. But his historical accounts don't mention any such experiment. പക്ഷെ നമ്മൾ പറഞ്ഞ നവജാത ശിശുക്കളിലെ സംസാരശേഷിയെ കുറിച്ച് ചെക്ക് ചെയ്യാനായിട്ട് നടത്തിയ എക്സ്പെരിമെന്റിൽ ഇവർക്ക് ആർക്കും പങ്കുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, who among the following Mughal rulers carried out an experiment of newborn babies to be raised in silence only to find that the children produced no speech at all. Okay, എല്ലാവരും തന്നെ മുഗൾ ഡൈനാസ്റ്റിയിലെ പേര് കേട്ട മഹാരാജാക്കന്മാരായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളതും അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് മുഗൾ ഡൈനാസ്റ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതും അക്ബറിനാണ്, അല്ലെ? അക്ബറിനാണ് സാധിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തി വിജയിച്ചതും അക്ബർ തന്നെയാണ്. ഓക്കെ, അപ്പൊ വളരെയധികം ടെർമോയിൽ നടന്ന മുഗൾ ഡൈനാസ്റ്റിയിലെ കാലഘട്ടം, അതായത് പൊളിറ്റിക്കൽ ടെർമോയിൽ നടന്ന മുഗൾ ഡൈനാസ്റ്റിയിലെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബഹദൂർ ഷാ സഫറിന്റെ കാലഘട്ടമാണ്. ഓക്കെ, അതായത് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ, വളരെയധികം മുഗൾ ഡൈനാസ്റ്റി താഴെ പോകുമെന്ന് വരെ ജനങ്ങൾ ആശങ്കപ്പെട്ട ഒരു കാലഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അക്ബർ, ബഹദൂർ ഷാ സഫർ, അതുപോലെ തന്നെ നമ്മുടെ ബാബർ, ഒപ്പം തന്നെ ഔറംഗസീബ്. ഓക്കെ, ഔറംഗസീബിന്റെ പ്രത്യേകതയും കണ്ടല്ലോ. ഔറംഗസീബും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് റൂളുകളൊക്കെ നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എപ്പോഴും ഒരു പ്യൂരിറ്റാനിസം പീരീഡിന് തുല്യമായിട്ടാണ് നമുക്ക് നമ്മുടെ ഔറംഗസീബിന്റെ കാലഘട്ടം കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്കി 3 പേരും മുഗൾ ഡൈനാസ്റ്റിയെ വളരെയധികം മുൻപന്തിയിൽ എത്തിക്കാൻ ശ്രമിച്ച ആൾക്കാരാണ്. അക്ബർ ആണ് മുന്നിലുള്ളത്, ബാബർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ടെർമോയിൽ നിറഞ്ഞ കാലഘട്ടമായിട്ട് കാണാൻ പറ്റുന്നത് ഔറംഗസീബിന്റെ ടൈമാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എത്ര ചോദ്യം നോക്കി? നമ്മളിപ്പം ക്വസ്റ്റ്യൻസ് നോക്കി നമ്മൾ 73 ഇല്ലെ 73 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതായത് 51 മുതലുള്ള ചോദ്യങ്ങളാണ് പേപ്പർ 2 ഇംഗ്ലീഷ് തുടങ്ങുന്നത്. 50 വരെയുള്ള ചോദ്യങ്ങൾ പേപ്പർ 1 നിങ്ങളുടെ പേപ്പർ 1 ആണ്. പേപ്പർ 2ലാണ് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് 51ാമത്തെ ചോദ്യത്തില്. സോ അത്തരത്തിൽ നമ്മളിപ്പം
73 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. 51 മുതൽ 73 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസ് റിമൈൻഡ് ചെയ്യുകയാണ്. സോ ആ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഒക്കെ തന്നെ നമുക്ക് കണ്ടെത്തണം. ഇതിന്റെ എക്സ്പ്ലനേഷൻസും നമുക്ക് ആ വീഡിയോസിൽ പ്രതീക്ഷിക്കാം. കീപ് ലേണിംഗ്. താങ്ക് യു.